ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു നാടൻ മീൻ പീരയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, ഒരു 15 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ നത്തോലി അല്ല കൊഴുവ എന്നൊക്കെ പറയുന്ന മീനാണ് ഏറ്റവും നല്ലത് മീൻ പീര ചെയ്യാനായിട്ട്. നമ്മൾ ചെറിയ ചാള വെച്ചിട്ട് മീൻ പീര ചെയ്യാറുണ്ട്, പക്ഷേ ഇത്രയും ടേസ്റ്റ് കിട്ടാറില്ല. കഴിയുന്നതും ഈ ഒരു മീനാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ടൊന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് അരഞ്ഞു പോകരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റോളം തിരുമ്മി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ സമയമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഒരു തേങ്ങയുടെ മുഴുവനും തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ, കാരണം നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തേങ്ങ മൊത്തത്തിൽ ഞാൻ ചിരണ്ടിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്റ്റെപ്പുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, ഒരു ചെറിയൊരു കളറിന് വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ എരിവ് പച്ചമുളകിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒരു കളർ മാറ്റം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് ഫ്ലെയിമിലോട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു മീൻ വേവാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട, പക്ഷേ ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ. ഞാനൊരു വലിയ കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് നുറുക്കിയതാണിത്. വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്നില്ല, കുടംപുളി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ടാണ് ഞാനൊരു 10 മിനിറ്റ് വെക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഞാൻ ഫ്ലെയിമിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഞാൻ അടച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത്. നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ മീനൊക്കെ ചെറുതായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് കുത്തി ഇളക്കണ്ട, മീനൊക്കെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോവും. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നത് കാണാൻ പറ്റും. ഇതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പിലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറിവേപ്പില കൂടുതൽ ഇടണമെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. നമ്മൾ നല്ലോണം വെള്ളം വറ്റിച്ചെടുക്കുന്നതിലാണ് ഈ മീൻ പീരയുടെ സ്വാദുള്ളത് കേട്ടോ. കാരണം വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. അതുപോലെ തന്നെ ഒരുപാട് കുത്തിയിളക്കാൻ പാടില്ല, കാരണം വല്ലാതെ മീനങ്ങ് പൊടിഞ്ഞു പോകും കേട്ടോ. ഈ ചെറിയ മീനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അയോഡിൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള മീനാണ്. വളരെ നല്ലതാണ് കേട്ടോ, കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇതുപോലത്തെ മീനൊക്കെ വറക്കാറാണ് പതിവ്. അപ്പോൾ ഈ രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു തുള്ളി പോലും എണ്ണ ചേർത്തിട്ടില്ല, നമ്മൾ തേങ്ങ നന്നായി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നന്നായിട്ട് ഒരു ഫ്ലേവറിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ കടുക് താളിക്കണം എന്നുണ്ടെങ്കിൽ അവസാനം നമുക്ക് കുറച്ച് കടുക് താളിച്ചിട്ടാണെങ്കിൽ ഉപയോഗിക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മീൻ പീരയാണിത്. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവറുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ വിലയേറെ കമൻറ്റ്സ് എല്ലാം എന്നെ എഴുതി അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും. ഇനി വീണ്ടും പുതിയ റെസിപ്പികളുമായിട്ട് നമുക്ക് കാണാം.